തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അധികൃതർ മാധ്യമങ്ങളെ കാണുമെന്നുള്ളത്. ആ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്, അതിലേക്ക് പോകാം. റെസിഡൻസ് എന്ന് പറയുമ്പോൾ അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ 3 വർഷം ഉപയോഗിച്ചിട്ടേക്കണം. അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് 160% ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാവുന്ന ഒരു ഫെസിലിറ്റിയാണ്. അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല. ഈ സംഘം ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം ഹൈ എൻഡ് കാഴ്സ്, വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും നേപ്പാളിലേക്ക് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ഒന്നുകിൽ CKD കണ്ടീഷൻ, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിലോ, അതായത് പാർട്സ് ആയിട്ട്, അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട്, ആ കണ്ടെയ്നറുകളിലോ, അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ച് വരാം, പെർമിറ്റ് ഉണ്ടെങ്കിൽ. അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ, അങ്ങനെ 3 തരത്തിലാണ് ഇവർ വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2014 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി 2005 തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ 1ാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് അവർ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതൊന്ന്, നമ്മുടെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസികൾ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല്, സൈന്, ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ്. രണ്ടാമത്തത്. മൂന്നാമത്, ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളതിനെ കാണാനായിട്ട്. കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ, മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മേജർ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. അടുത്തത്, ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം. ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല. ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണറെന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ 90% വണ്ടികളും നിർബന്ധമായും
ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇതുകൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും വൻ GST വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിൻ്റെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. വണ്ടികൾ ഇന്നും കേരളത്തിൻ്റെ നിരകളിൽ ഓടുന്നുണ്ട്. കേരളത്തിൽ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി 1 മാസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിയമം ഇരിക്കെ 6-8 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ്സ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിൻ്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീറിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ്. കാരണം ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ തപ്പിപ്പോവുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും GST ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, എൻഫോഴ്സ്മെന്റ് ആംഗിൾ ആവട്ടെ, കാരണം മണി ലോണ്ടറിങ് പല ട്രാൻസാക്ഷൻസിലും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും റോഡ് സേഫ്റ്റി സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾക്ക് കണ്ടെത്താനായി എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു സമ്മേളനമോ കൂട്ടായ്മയോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഒരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമ്മൾ അണർത്ത് ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മൾ വി ആർ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. അല്ല, കേരളത്തിൽ തന്നെ 150-നും 200-നും ഇടയ്ക്ക് വണ്ടികളുണ്ട്. കേരളത്തിൽ തന്നെ മറ്റേ സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം. അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ടൊരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. സംഘങ്ങൾ ഈ വാഹനങ്ങൾ വാങ്ങി പിന്നീട് വിൽപ്പന നടത്തുകയും ആ ഫണ്ട് ടെററിസത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകൾ അതുള്ളതാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ ഒരു സംഘത്തെ അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക. ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ്. പലരും അറിയാതെ ആയിരിക്കാം, മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വാങ്ങിയിട്ടുള്ള വണ്ടികളെല്ലാം. നമ്മൾ അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തി എന്നുള്ളത് ശരിയാണ്. അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അവരുടെ വണ്ടികൾ 1-2 എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് കാണണം, അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 3 നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ടോട്ടൽ 36 വണ്ടികൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, അടിമാലി, കൊച്ചി, തൃശ്ശൂര്, മലപ്പുറം, കുറ്റിപ്പുറം, കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ. ദുൽഖറിന്റെ 2 വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്.
നമ്പർ ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഒന്നൊരു ഡിഫൻഡർ ആണ്, ഒന്ന് പ്രാഡോ ആണല്ലേ, ക്രൂയിസർ ആണോ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തില്ലല്ലോ. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്, നമുക്ക് എത്രയും വണ്ടികളെ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നോക്കുമായിരുന്നു. എന്തോ സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും. ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, പരിവാഹൻ വെബ്സൈറ്റില് പല തിരിമറികളും പരിവാഹൻ വെബ്സൈറ്റിൽ പല ഡീറ്റെയിൽസും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആവാം, എംബസികളുടെ ആവാം, അതുപോലെ ഏതെങ്കിലും വണ്ടികളുടെ ആണ് എന്ന് പറഞ്ഞ് ആയിരിക്കാം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തരുടെ നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഇന്നിപ്പം MVD, നമ്മുടെ കേരളത്തിലെ MVD നമ്മളെ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. കാരണം അവരും ATSഉം സ്റ്റേറ്റ് പോലീസും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചില RTOസിൽ ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം പോയി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നോട്ടീസിൽ പെട്ടിട്ടുണ്ട്. നമ്മളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പരിവാഹൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ, അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏജൻസീസ്, ഇപ്പോൾ ഇൻകം ടാക്സിന്റെ ആണെങ്കിൽ ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ അവർ, GSTയുടെ ആണെങ്കിൽ GST വകുപ്പ്, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റലായിട്ട് ഉള്ള ഒരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ എല്ലാം നിജസ്ഥിതി നമുക്ക് വെളിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്രത്തോളം ഉണ്ട് എന്ന് കസ്റ്റംസ് കമ്മീഷണർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയായിരുന്നു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടും ഇന്നത്തെ നടപടികളുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു.